ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോണേ. ഒരു ഫോട്ടോഷൂട്ടിന്റെ പരിണിത ഫലമാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചെറിയൊരു പരിപാടി ഉണ്ട് ഇവിടെ. വേറൊന്നല്ല, ചെറിയൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം നടത്തണമെന്നുണ്ട്. അപ്പോൾ ഇവർ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് 1-2 ദിവസമായി. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫറും ടീമും എല്ലാം ഇന്നിവിടെ എത്തും, രാവിലെ തന്നെ എത്തുന്നുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഓണം ഫോട്ടോഷൂട്ടാണ്. അവരാരെയും കാണാത്തത് വേറൊന്നും കൊണ്ടല്ല, അവർ മോളിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കലാണ്. കാരണം അവർ ഇപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അടുത്തൊന്നും റെഡിയാവില്ല. രാവിലെ ചായ ഇതെല്ലാം ആക്കിയിട്ട് അവർ നേരെ റെഡിയാകാൻ പോയി. നമ്മുടെ ഫോട്ടോഗ്രാഫറും ടീമെല്ലാം നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ എത്തും. കോഴിക്കോട് നിന്നാണ് ടീം വരുന്നത്. എനിക്ക് മുണ്ട് ഷർട്ട്, എച്ചോട്ടിൻ്റെ മുണ്ട് ഷർട്ട്, ഇവർക്ക് രണ്ടാക്കും പിന്നെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഡ്രസ്സ്. പിന്നെ അത് കൂടാതെ ഇവർ വേറൊരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്തൊരു ഡ്രസ്സും കൂടി വരാനുണ്ട്. അത് ഇതുവരെ എത്തിയില്ല, അതൊരു ഉച്ചയാകുമ്പോഴേക്ക് എത്തും. അപ്പോൾ അതിന് മുമ്പ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് അതിന് ശേഷം ആ ഡ്രസ്സ് വന്ന് വൈകുന്നേരം അതും കൂടി എടുത്തിട്ട് വേണം കോഴിക്കോട് ടീമിനെ നമുക്ക് തിരിച്ചു വിടാൻ. നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി അധികം ദൂരെയൊന്നും പോകാൻ പറ്റില്ല. കാരണം ഒന്നാമത് എനിക്ക് തീരെ കയ്യല്ല, എന്നാ പറയേണ്ടത്, മൊത്തം നടുവേദനയും പ്രശ്നങ്ങളെല്ലാം ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ വലിയ അതുകൊണ്ട് അധികം ദൂരെയോ അങ്ങോട്ടോ എവിടെയും പോകുന്നൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ഈ പരിസരത്ത് തന്നെ ഉള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പോയിട്ട് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം വ്ളോഗിൽ എത്രത്തോളം ആക്കാനാവുന്നുള്ളത് നമുക്കറിയില്ല. കാരണം പറ്റുന്ന പോലെ ഞാനും നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. ഇവരെ മാത്രം അങ്ങനെ വിട്ടാൽ പറ്റുമല്ലോ. അപ്പോൾ അൻവിയും എച്ചോട്ടനും അമ്മയും എല്ലാവരും അകത്തുനിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. നേരെ ഒരു ഷർട്ടും ഒരു മുണ്ടും എടുത്തിട്ട് അങ്ങ് ഇറങ്ങാനല്ലേ ഉള്ളൂ. ഞാനതിൽ അവിടെ പോയി അവിടെ നിന്ന് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഫോട്ടോഷൂട്ട് പരിപാടിയിലൊന്ന് കാണാം. ഗിറ്റാറാ? ആ, ഓണത്തിന് നല്ലതാ ഗിറ്റാർ. ഓണത്തിന് ഗിറ്റാർ. നമ്മളെല്ലാം കോസ്റ്റ്യൂം ഇട്ട് റെഡിയായി നിന്നു. ആളിപ്പോഴും എന്നാ ഇന്നത്തെ ഷൂട്ട് കൊള്ളാം. ഇതെല്ലാം സെറ്റ് ചെയ്യുന്നെല്ലാം എടുക്കണം എന്ന് വിചാരിച്ചാ, പക്ഷെ ഒന്നും എനിക്ക് സമയം കിട്ടിയില്ല. ഓട്ടത്തോട് ഓട്ടമായിരുന്നു. കോസ്റ്റ്യൂമെല്ലാം ഇട്ട് എടാ അൻവിയെല്ലാം റെഡിയായി, അമ്മയും റെഡിയായി. പിന്നെ അല്ല പിന്നെ പിന്നെ വൃത്തിക്ക് ചെയ്യൂലടാ. ഓക്കേടാ, ആടാ നോക്കിയിട്ട് വലിയ ആളെ ഫോട്ടോ എടുക്കലാണ് ഏറ്റവും വലിയ പണി. ഞാൻ പോണേ. പോയല്ല മനാർന്ന്. ഇവിടെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ബാക്കിയുള്ള റെഡി ആയിക്കുമ്പോൾ ഒരുത്തൻ അങ്ങനെ വന്നിട്ട് മുണ്ട് വിട്ടിട്ട് ഫോട്ടോ എടുത്താന്ന് പറഞ്ഞിട്ടായിരുന്നു. കഴിഞ്ഞില്ലേ? വാ. അതെ, ഇപ്പൊ മുണ്ട് എടുത്ത് ശീലിപ്പിച്ചാൽ ഇപ്പോ. പാവം ഒരുത്തൻ നേരത്തെ തലക്കെട്ടും കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മൊയ്യാറോ വേണ്ട. അടുത്തതായി ചെസ്റ്റ് നമ്പർ 2. എടുത്ത് നമ്മൾക്ക് മാറി കളണ. ഇനി ഞാൻ കൈമാറുന്നു, താലം കൈമാറുന്നു. തുടങ്ങിക്കോ. ഇതിപ്പോ ഓടി 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 മോക്ക് കുത്തി പോവെന്തോ. ഇവിടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ. അതോ താഴ്ന്നിട്ട് ഈ കാണുന്നത് പുല്ല് വെക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടർ ഉഴുതു മറിച്ചതല്ല, നമ്മുടെ സ്വന്തം വണ്ടി കയറാതെ ഇവിടെ കിടന്ന് തിരിഞ്ഞ് കളിച്ചതിൻ്റെ അടയാളമാണ് സുഹൃത്തുക്കളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത്ര പ്രശ്നമാണെന്ന് വിചാരിച്ചില്ല. ഇവിടെ നല്ല ഉറച്ച സ്ഥലം കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഏകദേശം ആ ഫസ്റ്റ് കാണുന്ന ചളീൻ്റെ അത്രം വരെ ഒന്ന് ഇറക്കി അവിടെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഒന്ന് സ്ഥലം നോക്കിയതാണ്. ഫോട്ടോ എടുക്കേണ്ട സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതാണ്. ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് റിവേഴ്സ് എടുത്തിട്ട് എടുക്കാൻ നോക്കുമ്പോൾ വണ്ടി അവിടെ നിന്ന് തിരിയാൻ തുടങ്ങിയതാണ്. പിന്നെ വണ്ടി അങ്ങോട്ടേക്ക് പോയി. പിന്നെ മുമ്പോട്ട് വന്ന് താഴെ ഇറക്കേണ്ടി വന്നു. ഒരു രക്ഷയില്ലാണ്ടായി. നമ്മുടെ കോസ്റ്റ്യൂമും ലൊക്കേഷനും എല്ലാം മാറി അടുത്ത് തന്നെയാണ് കേട്ടോ വന്നതിന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളെല്ലാം ഉണ്ടായി. നമ്മൾ ഏകദേശം 1.25 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തി. പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ കുടുങ്ങി. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ എടുക്കുന്നതെന്നുള്ള അവസ്ഥയിലെത്തിപ്പോയി. വണ്ടി അവിടെ കാണുന്നത് നമ്മളെ വണ്ടി വീടിങ്ങനെ കുടുങ്ങിയ ഒരവസ്ഥയിലായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുള്ള് സംഭവം ഓണത്തിൻ്റെ സംഭവം സെറ്റെല്ലാം ഞാനാക്കിയതാണ്. ഞാൻ കാണുന്ന അതെല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ചെരുപ്പൊന്നും ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ചെരുപ്പ് ചളിയിൽ പൂണ്ടു. എൻ്റെ വണ്ടി പൂണ്ടിട്ട് തള്ളാൻ നിന്നിട്ട് പാവങ്ങൾ എന്ത് ചെയ്യാനാ അങ്ങനെ വന്നിട്ട് ഇപ്പം എൻ്റെ പണയിൽ പണിയെടുത്ത അവസ്ഥയിലായി. എന്തിനു ഏതിനും എവിടെയും എപ്പോഴും സഹായത്തിന് വിനാഥൻ മാത്രം. പാവം പണിയെങ്കിലും വീട്ടിലെത്തിയെടുക്കണം വിളിച്ചപാട് വന്നിട്ടുണ്ട് വണ്ടി ആക്കിയിട്ട്. വണ്ടി താണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ട അവസ്ഥ. സക്സസ് എൻ്റെ അമ്മ. മെല്ലെ മെല്ലെ. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പരിണിത ഫലമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഫോട്ടോഷൂട്ട് പരിപാടിയല്ലോ വലിയ കുഴപ്പമില്ലാണ്ട് നടന്ന്. എനക്കധികം പണിയുണ്ടായിട്ടില്ല. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്നിച്ച് പോയി എന്നേ ഉള്ളൂ. ഒരിക്കൽ 1-2 ഫോട്ടോ ഞാൻ ഒന്നിച്ചെടുത്തു എന്നല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഇന്നലെയാണ് പരിപാടിയെല്ലാം കഴിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം അവർ ഏകദേശം രാത്രി ആയി കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞ് അവർ പോകാൻ ഒരു 8 മണിയാകുമ്പോഴാണ് അവർ കോഴിക്കോടേക്ക് പോയത്. രാത്രി ഒരു 1:30 ആകുമ്പോഴാണ് അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെ വാട്ടർ സർവീസിന് കൊണ്ടുപോയി. എന്നിട്ടിപ്പം കൊണ്ടുവന്ന് വെച്ചിനേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് പിന്നീട് രാത്രി ആയതുകൊണ്ട് അതിന് ശേഷം വൈൻഡപ്പ് പറയാനോ അങ്ങനെ ഒന്നും നിന്നില്ല. കാരണം ഇരുടായിന്, മൊത്തത്തിൽ ഇരുടായിപ്പോയിന്. രാത്രി ഒരു 8 മണി ആകുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്നത്. പിന്നെ ഇവിടെ എത്തിയിട്ട് രാത്രിക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒന്നും ക്ലിയർ ആവില്ല ഇതിനകത്ത്. അതുകൊണ്ടാണ് പിന്നെ എടുക്കാണ്ടെന്ന്. ഇപ്പോൾ ഈ വണ്ടിയും ക്ലിയറായി. പക്ഷേ അയച്ച ഫോട്ടോയോ കാര്യങ്ങളെല്ലാം കിട്ടണമെങ്കിൽ ഇപ്പോൾ മിക്കവാറും എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. അത് ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ വെക്കുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ പറയാം. ഫോട്ടോ ഒന്നിച്ച് കിട്ടി, ഈ വീഡിയോ ഇടുന്ന ടൈം ആകുമ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒന്നിച്ചിടാം. ഇല്ലെങ്കിൽ ആ ഫോട്ടോ വേറെ തന്നെ ആക്കിയിട്ട് ഇട്ട് കാണിച്ചു തരാം. ഫോട്ടോ എല്ലാം നല്ല അടിപൊളി ഫോട്ടോസാണ്, കാണാനും നല്ല സെറ്റപ്പാണ്. അപ്പോൾ നമ്മളെ ഫോട്ടോഷൂട്ട് പരിപാടി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്.